നിങ്ങളത് ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണോ? ചായക്ക് ഇനി നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഇതേ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശർക്കരയാണ്. ശർക്കര ഓർഗാനിക് ശർക്കരയാണ് കേട്ടോ. ഇവിടെ അടുത്ത ഗ്രാമങ്ങളിലുള്ള കർഷകർ, കരിമ്പ് കർഷകർ, അവർ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെല്ല് ചെയ്യുന്ന ശർക്കരയാണ് കേട്ടോ അത്. അപ്പം ശർക്കരയും തേങ്ങ ചെറിയതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുക. കശുവണ്ടി എന്നിട്ട് നന്നായിട്ടൊന്ന് ചുമന്ന് വരും. ചുമന്ന് വരുന്ന സമയമാകുമ്പം അതിനകത്തേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. എള്ളെന്ന് പറയുന്നത് ഇഷ്ടംപോലെ അയൺ കണ്ടന്റ് ഉള്ള സംഭവമാണ്. എള്ളിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സ്റ്റൗ ഒന്ന് ഓഫ് ആക്കുക കേട്ടോ. ആ എള്ളിങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് വെക്കുക. അപ്പം തന്നെ അത് ഓഫ് ആക്കുക. ഇല്ലെങ്കിൽ പിന്നെ അതൊന്ന് കഴിക്കും കേട്ടോ എള്ളെന്ന് പറയുന്നത്. അപ്പം എന്തേ ഞാൻ കുറച്ച് അവലാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അവലിനകത്തേക്ക് നമ്മൾ വറുത്തുകൊണ്ട് വന്ന് കശുവണ്ടിയും എള്ളും ആ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പൊട്ടുകടല ഇഷ്ടമാണെങ്കിൽ പൊട്ടുകടലയും കൂടി ഇടാം കേട്ടോ. ഞാൻ പൊട്ടുകടല ഇട്ടിട്ടില്ല. അപ്പം എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിലർ ഇതിനകത്തേക്ക് വെള്ളം നനച്ച് അല്ലെങ്കിൽ തേങ്ങാ വെള്ളമൊക്കെ ഒഴിച്ച് നനയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിരിക്കുന്ന അവലെന്ന് പറഞ്ഞാൽ ഭയങ്കര പേപ്പർ അവലില്ലേ, അതേപോലുള്ള അവലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അവലാണ് കേട്ടോ. അപ്പം അവലായതുകൊണ്ട് ഞാൻ വെള്ളമോ തേങ്ങാ വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല. അപ്പം ആ തേങ്ങ ഇട്ടേക്കുന്നതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, ആ കുഴയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഇത് വീട്ടിൽ ഉണ്ടാക്കല്? അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അമ്മ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്തും തരുക. ബൈ.